ഹായ് ഹലോ നമസ്കാരം. മനു വ്ളോഗ്സിൻ്റെ പുതിയൊരു ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായിക്കണം എവിടെയാണെന്ന്. വേറെ ഒന്നുമല്ല, നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കുട്ടനാട് കൈനഗിരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും രുചികളും ഒക്കെ തേടിയുള്ള കുഞ്ഞൊരു വ്ളോഗാണ്. എല്ലാവരും കൂടെ കുടിക്കുമോ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. നമ്മളെ തേടി താണ്ടേ നമ്മുടെ ഷിക്കാര ബോട്ട് വെയിറ്റിംഗ് ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം, കാഴ്ചകളൊക്കെ കാണാം. നമ്മളങ്ങനെ ഷിക്കാര ബോട്ടിനകത്ത് കയറി കേട്ടോ. നമ്മുടെ ഷിക്കാര ബോട്ടിനകത്ത് കയറി നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ സ്വന്തം മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ കുട്ടനാടിൽ നിന്നും ബോട്ട് യാത്ര. അതൊരു വേറൊരു ഫീലാണ്. ഞാൻ നേരത്തെ പോയിട്ടുള്ളപ്പം നമുക്ക് വ്ളോഗൊന്നും ഇല്ലല്ലോ നിങ്ങളെ കൂടെ കാണിക്കുന്നത്. പോയിട്ടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. എന്നും നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെയും അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ. അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, എന്താ ഇപ്പം വ്ളോഗൊന്നും ചെയ്യാത്ത, ഇലക്ട്രോണിക്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം എല്ലാവർക്കും ചിലപ്പോൾ സ്ഥിരമായിട്ടൊരു ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കുക. അപ്പം വിചാരിച്ചു നമ്മൾ ഇപ്പോൾ പോകുന്ന കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മൾ ഒരു വ്ളോഗായിട്ട് ഉൾപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ നേരെ വിചാരിച്ചു കുട്ടനാട് പോയേക്കാം, നിങ്ങളെ കുട്ടനാടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ കുട്ടനാട്ടിലേക്ക് പോയി. ഇതാണ്ട് ബോട്ട് യാത്ര ആരംഭിച്ചു. നമ്മൾ കനാലുകളിൽ നിന്ന് നേരെ കായലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഞാൻ കാണുന്നത് കാഴ്ചകളെല്ലാം നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല നീണ്ട് നിവർന്ന് കിടക്കുന്ന കുട്ടനാടിൻ്റെ സൗന്ദര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കാഴ്ചകളൊക്കെ നിങ്ങൾ കാണാം. ഒരുപാട് കാഴ്ചകളുണ്ട്. ബോട്ടിൽ പോയതുകൊണ്ട് ഭയങ്കര നോയ്സായിരുന്നു ഈ ബോട്ടിൽ. അതുകൊണ്ട് ഓൺ വോയിസിൽ സംസാരിക്കാൻ പറ്റിയില്ല. ഇത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഓവറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണും. അപ്പോൾ നിങ്ങളതൊക്കെ ക്ഷമിക്കുക. അപ്പം കൂടെ കൂടിക്കോളൂ. കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നേരെ പോകാം. നമ്മളങ്ങനെ കനാലുകളിൽ നിന്നും കായലുകളിലേക്ക് പ്രവേശിച്ചു. പ്രധാന 4 നദികളാണ് ഈ കുട്ടനാട്ടിലൂടെ ഒഴുകുന്നത്. പമ്പ, മീനച്ചിലാറ്, അച്ചൻകോവിലാറ്, മണിമലയാറ്. പിന്നെ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകൾ ലൊക്കേഷനും എല്ലാം കുട്ടനാട്ടിലാണ്. ഒരുപാട് സിനിമ നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും, ഒരു കുട്ടനാടൻ വ്ളോഗ്, ബിജു മേനോൻ്റെ ആദ്യ രാത്രി, അങ്ങനെ കുറേ സിനിമകൾ. ഈ അമ്പലം ഉണ്ടല്ലോ, ഇത് നമ്മുടെ തമിഴിലെ ഓട്ടോഗ്രാഫ് ഫിലിമില്ലേ, അതിനകത്തൊരു പാട്ട് സീൻ ചെയ്തേക്കുന്നത് ഈ അമ്പലത്തിലാണെന്ന് നമ്മുടെ ബോട്ടുകാരൻ ചേട്ടൻ പറഞ്ഞു. പിന്നെ അതാ ഈ കാണുന്ന ഒരു വള്ളക്കാരൻ ചേട്ടൻ മീൻ പിടിക്കുന്നില്ല, അതിന് ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു വീടും ആദ്യ രാത്രി സിനിമയിലൊക്കെ ഉണ്ട്. പല സിനിമകളിലുണ്ട്. മറ്റേ ജയറാമിൻ്റെ പണ്ടത്തെ പടത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഒരുപാട് സിനിമകളിലുള്ള വീടുകളും എല്ലാം ഇങ്ങനെ ചേട്ടൻ കാണിച്ചു തന്നു. അങ്ങനെ കുറേ നമ്മൾ യാത്ര ചെയ്തു. ചേട്ടൻ്റെ അടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ്റെ പേര് ലൈജു എന്നാണ്. നല്ലൊരു മനുഷ്യനാണ്. പുള്ളിക്കാരൻ്റെ നമ്പർ ഞാൻ നമ്മുടെ വീഡിയോയിൽ തുടങ്ങുമ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ ബോട്ടിങ്ങിൻ്റെ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം കുട്ടനാട് വരുവാണെന്ന്, കുട്ടനാട് കൈനഗിരി എന്നാണ് നമ്മൾ ബോട്ട് യാത്ര ആരംഭിച്ചത്. അപ്പോൾ വരുവാണെങ്കിൽ പുള്ളിക്കാരനെ വിളിച്ചാൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ ഇവിടെ നാടൻ കുറേ കള്ളിഷാപ്പുകളും കാര്യങ്ങളും രുചികളും ഒക്കെ തേടിയുള്ള യാത്രയാണല്ലോ. അപ്പം ഷാപ്പുകളൊക്കെ കണ്ടു. അപ്പോൾ നമ്മളൊന്ന് ഇറങ്ങി അതൊക്കെ ഒന്ന് കണ്ടേച്ചൊക്കെ അങ്ങ് പോന്നു. നല്ല ചെത്തുകള്ള് കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞത്. കള്ളിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കിന് ഹൗസ് ബോട്ടുകളൊക്കെ വരാനായിട്ട് തുടങ്ങി. നല്ല ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകളാണ് ആലപ്പുഴയിൽ. ഒരു പ്രധാന ഇവിടുത്തെ ഒരു പ്രധാന ടൂറിസത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നതാണല്ലോ കുട്ടനാട്. ഇഷ്ടം പോലെ രുചികളാണ്, ഒരു രക്ഷയില്ലാത്ത രുചികളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഷാപ്പിൽ കയറിയപ്പോൾ അവിടെ ഞണ്ടൊക്കെ ഇത് ചെയ്ത് വെച്ചേക്കുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ടിട്ട് വീണ്ടും ബോട്ടിലേക്ക് കയറി യാത്ര തുടർന്നുകൊണ്ടിരുന്നു. വള്ളക്കാരൻ ചേട്ടൻ കറക്റ്റായിട്ടെല്ലാം പറയുന്നുണ്ട് ഏതൊക്കെ നദികളിലോട്ടാണ് കയറുന്നത്. ഈ കനാല് വഴിയുള്ള തോടുകൾ വഴിയുള്ള യാത്രയിൽ ഓരോ നദികളിൽ പമ്പ, മീനച്ചിലാറ്, അച്ചൻകോവിലാറ്, അങ്ങനെ പല ഇന്ന് ഒഴുകിയെത്തുന്ന ഇതാണ് കേട്ടോ. പിന്നെ നല്ല ഭംഗിയാണ് നമ്മുടെ കുട്ടനാട്. അത് നേരിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാലേ അതൊന്നും മനസ്സിലാവത്തുള്ളൂ. ഭയങ്കര അതിമനോഹരമാണ്. നമ്മൾ ടി വിയിലൊക്കെ കാണുന്നില്ലേ, നമ്മുടെ ഫിലിമിലൊക്കെ ഒരുപാട് സിനിമകളിലെല്ലാം കാണുന്ന അതുപോലെയാണ്. നമ്മുടെ ദിലീപിൻ്റെ മൈ ബോസ്, അങ്ങനത്തെ ആ പടമൊക്കെ ചെയ്തേക്കുന്നത് നമ്മുടെ കുട്ടനാടാണ്.
അങ്ങനെ നമ്മൾ അടുത്ത ഒരു കനാല് അതേപോലത്തെ തോട് വഴിയുള്ള ഇരുവശങ്ങളിലും വീടുകളും അങ്ങനെയുള്ള ആ ഒരു ഇതിലേക്ക് കയറിയേക്കുകയാണ് അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ. നമ്മൾ ഊണ് കഴിക്കാനായിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് ഇങ്ങനെ ഹോം സ്റ്റേകളും അങ്ങനത്തെ പിന്നെ ഹോട്ടലുകളും ഒക്കെ ഉണ്ട്. അപ്പം ഈ കാണുന്ന ഒരു ഹോസ്പിറ്റലാണ്, പഴയൊരു ഹോസ്പിറ്റലാണ്. ചില പ്രദേശങ്ങളിൽ വണ്ടിയൊന്നും വരത്തില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോഴും വള്ളവും ബോട്ടും ഒക്കെയാണ്. ചിലയിടത്ത് പിള്ളേരെ കാണുന്ന സൈഡിൽ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇവർക്ക് പ്രധാന സഞ്ചാരമാർഗം എന്നൊക്കെ പറയുന്നത് എല്ലാ വീട്ടിലും നമ്മുടെ ഇപ്പോൾ ഇവിടെയൊക്കെ എല്ലായിടത്തും ബൈക്കുള്ളതുപോലെ അവിടെയൊക്കെ മിക്കവാറുമുള്ള വീടുകളിലെല്ലാം ഓരോ വള്ളമുണ്ട്. ചിലയിടത്തൊക്കെ വണ്ടി പോലും വരത്തില്ല, ബൈക്ക് പോകാനുള്ള സ്ഥലങ്ങൾ. ചിലയിടത്തൊക്കെ ബൈക്ക് ഞാൻ കണ്ടത് സ്കൂട്ടറും ബൈക്കും ഒക്കെ പിന്നെ വള്ളത്തിൽ കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതാണ് കണ്ടത്. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ശിക്കാര വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ ഉണ്ട്. നമ്മൾ അടുത്ത ഒരു കായലിലേക്ക് പ്രവേശിച്ചു കേട്ടോ. ആ കാണുന്ന കെട്ടിടം എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ നടൻ ബിജു മേനോൻ്റെ റിസോർട്ടാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. റിസോർട്ടോ അങ്ങനെ ഹോട്ടലോ എന്തൊക്കെയാണ്. അതെന്ത് റിസോർട്ടാണ് ആ പണിയുന്നത്? ഇതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളോ? ഇതേതാ മണിമലയാറില്ലേ? അങ്ങനെ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്ത് അപ്പോഴത്തേക്കിന് വിശന്ന് കത്തി തുടങ്ങി. അപ്പോഴത്തേക്കിന് ചേട്ടൻ നല്ല ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻ്റായി. അങ്ങനെ നമ്മളെ ബോട്ട് അടുപ്പിക്കാൻ പോവാണ്. അടുപ്പിച്ചിട്ട് നമുക്ക് പോയി നോക്കാം. നമ്മളങ്ങനെ ഈ മിത്ര മഠം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ആ ഹോട്ടലിൽ ചെന്നപ്പോഴത്തേനും അവിടെ മുടിഞ്ഞ തിരക്ക്, ഭയങ്കര തിരക്ക്, കുറേ വെയിറ്റ് ചെയ്യണം. അങ്ങനെ വിചാരിച്ച് ഇനി നമ്മൾ തിരിച്ച് കൈനഗിരിക്ക് തന്നെ പോയി. നമ്മൾ ബോട്ടിങ് തുടങ്ങിയ ആ ഭാഗത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു, നല്ലത്. അങ്ങനെ നമ്മൾ അവിടത്തേക്കിന് എത്തിയേട്ടാ. അങ്ങനെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റോറൻ്റ് എത്തി. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് ആറ്റുമുഖം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. അവിടെ എല്ലാ ഫുഡും ഉണ്ട്. ഒരാൾ സജസ്റ്റ് ചെയ്ത റെസ്റ്റോറൻ്റാണ് നമ്മുടെ ഒരു പരിചയക്കാരൻ. അങ്ങനെ നമ്മൾ നേരെ അകത്തോട്ട് പ്രവേശിച്ചു. ഒരുപാട് ഹട്ടുകളും കാര്യങ്ങളും, ഒരുപാട് വണ്ടി കിടക്കുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പോയത് ഒരു ഹോളിഡേ ദിവസമാണ്, അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ ഫുഡൊക്കെ പറയാനായിട്ട് നമ്മൾ അവിടുത്തെ അടുക്കളയിലോട്ടാണ് ചെന്ന് നമുക്ക് ആവശ്യമുള്ളത് പറയാം.
ഫുഡ് നിരത്തി വെച്ചേക്കുന്നുണ്ടോ, ഒരു രക്ഷയില്ല സംഭവം. ഇല്ലാത്ത സാധനം ചുരുക്കമാണ്. ഞണ്ട്, കൊഞ്ച്, കക്ക, തോരൻ, കണവ. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ ഇല്ലാത്ത സാധനം ചുരുക്കമാണ്. എല്ലാ സാധനവും ഉണ്ട്. കിടിലം. ഇരിക്കുന്ന കാണുമ്പം തന്നെ നമുക്ക് വയറ് നിറയും. അമ്മാതിരി എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ നല്ല തിരക്കായതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, ക്ഷമ വേണം. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് തരും. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കിന് അങ്ങനെ സാധനങ്ങളൊക്കെ എത്തി. നമ്മൾ കൊഞ്ച്, പിന്നെ കപ്പ, അപ്പം, കള്ളപ്പം, നെത്തോലി, താറാവ്, പിന്നെ മീൻകറിയും പറഞ്ഞു. അപ്പം, കള്ളപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. കുട്ടനാട്ടിലെ ഫുഡ് വേറെ ലെവലാണ് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ് ഉറപ്പായിട്ടും നിങ്ങൾ പൊക്കോ. ആറ്റുമുഖം റെസ്റ്റോറൻറ്റ് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനൊക്കെ ഉണ്ട്. ആറ്റുമുഖം എന്ന് ചുറ്റാതെ വരും. അപ്പം കൈനകരിക്ക് പോകുന്ന വഴിയാണ് ഈ ആറ്റുമുഖം റെസ്റ്റോറൻറ്റ്. ഒരു രക്ഷയില്ല, സൂപ്പർ ഫുഡാണ്. നല്ല ഫുഡ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, അടിപൊളിയാണ്. അങ്ങനെ വിശപ്പ് കാരണം കഴിച്ചപ്പോഴത്തേനും നല്ല ലേറ്റായി. വിശപ്പ് കാരണം ഫുൾ കംപ്ലീറ്റ് ചെയ്തു. മേടിച്ച സാധനം ഒന്നും വേസ്റ്റ് ആക്കില്ല കേട്ടോ, മൊത്തം തിന്നു. പിന്നെ ഈ സാധനം വന്നു, അത് കുഴയെന്ന് പറഞ്ഞ സാധനമാണ്. നമ്മുടെ കാച്ചിലും ചേനയും അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് തീർന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങുവാണ്. ആറ്റുമുഖം എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. പിന്നെ കുട്ടനാടിൻ്റെ കാഴ്ചകളും രുചികളും ഒക്കെ തേടിയുള്ള കുഞ്ഞു വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.